ഇന്ന് നമ്മൾ നിൽക്കുന്നത് ബെല്ലാവ്യൂ ബ്യൂട്ടി പാർലറിലാണ്. അപ്പോൾ ബെല്ലാവ്യൂ ബ്യൂട്ടി പാർലറിലെ ഷീജി ചേച്ചിയോട് നമുക്ക് ചോദിക്കാം. ഷീജി ചേച്ചി, നമുക്ക് വേണ്ടി എന്ത് മേക്ക് ഓവറാണ് ഇന്ന് നമുക്ക് ചെയ്തു തരാൻ പോകുന്നത്? നമ്മളിന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു ടാൻ ക്ലിയർ ഫേഷ്യലാണ്. ലോറിയൽ കമ്പനിയുടെ. ഇതും പിഗ്മെൻറ്റേഷനും ടാനിങ് എല്ലാം നമുക്കൊരു പരിധിവരെ മാറ്റാൻ പറ്റിയ ഒരു ഫേഷ്യലാണ്. റിസൾട്ടുള്ള ഫേഷ്യലാണത്. നമുക്ക് ഇന്ന് ഇവിടെ ചെയ്ത് നോക്കാം. ഇതെല്ലാ ഏജുകാർക്കും പറ്റിയൊരു മേക്ക് ഓവറാണ്. 20 വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റിയതാണ്. ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഫേഷ്യലാണ് ടാൻ ക്ലിയർ ഫേഷ്യലാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് നമുക്ക് ക്ലെൻസറാണ്, ഡീപ്പ് ക്ലെൻസർ. ഫസ്റ്റ് ക്ലെൻസ് ചെയ്യണം. മൂന്ന് മിനിറ്റാണിത് ക്ലെൻസ് ചെയ്യേണ്ടത്. ഇതിന് ശേഷം നമുക്ക് സ്ക്രബാണ്. ഇത് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ് 2 മിനിറ്റ് നമുക്ക് സ്റ്റീമോടെ സ്ക്രബ് ചെയ്യണം. അതിനുശേഷം സ്റ്റീമില്ലാതെ നമുക്ക് സ്ക്രബ് ചെയ്യേണ്ടതാണ്. ഇതാണ് സ്ക്രബ്. രണ്ട് മിനിറ്റ് കൈകൊണ്ട് ചെയ്തതിന് ശേഷം വിത്ത് സ്റ്റീമോടെ 2 മിനിറ്റ് ചെയ്യണം. 21 ഡേയ്സാണ് ഫേഷ്യലിന് പറയുന്നത്. വൺസിന് എന്തായാലും മതിയത് ഫേഷ്യൽ. സ്റ്റീം വിത്ത് സ്റ്റീമോടെ 2 മിനിറ്റ് നമ്മൾ സ്ക്രബ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നത്. നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മസാജിങ് സ്റ്റാർട്ട് ചെയ്യാം. സ്കിൻ ടോണറാണ്. 2 മിനിറ്റ് സ്കിൻ ടോണർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫേസിൽ വെക്കുന്നത്. ഇതിന് മസാജിങ് ക്രീമാണ്, ബ്രൈറ്റനിങ് ക്രീമാണിത്. ഇതുകൊണ്ട് 10 മിനിറ്റ് മസാജ് ചെയ്യും. അടുത്ത മസാജിങ് ക്രീം ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം 5 മിനിറ്റിന് ശേഷം വേണം അടുത്ത മസാജിങ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. മസാജ് ചെയ്ത് തുടങ്ങാം. താഴെ നമ്മൾ മസാജ് ചെയ്യുന്നതുകൊണ്ട് ഡബിൾ ചിന്നൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ.
മസാജിങ്ങിന് ശേഷമാണ് നമുക്ക് ബ്ലീച്ച് അപ്ലൈ ചെയ്യുന്നത്. ഇടാൻ പോകുന്നത് ട്രീ ബ്ലീച്ചാണ്. ബ്ലീച്ചിന് മുമ്പുള്ളത്. ലോഷൻ ഇട്ടതിന് ശേഷം വേണം ബ്ലീച്ച് ഇടാനായിട്ട്. നമ്മളിപ്പോൾ ഇടാൻ പോകുന്നതാണ് ബ്ലീച്ചാണ്. ഇതിലടങ്ങിയിരിക്കുന്നത് ആലോവേറ, വൈറ്റമിൻ B3, ആൻറ്റി ഏജിങ് ക്രീം, ഇത്രയും സാധനങ്ങളാണ് ഈ ബ്ലീച്ചിലുള്ളത്. ബ്ലീച്ച് ഇട്ടതിന് ശേഷം 10 മിനിറ്റ് വെച്ചാൽ മതി ഫേസിൽ. ഫേസിലുള്ള ഹെയറിന് ഗോൾഡൻ ഷെയ്ഡ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചാൽ കളർ ചേഞ്ച് ആയി കിട്ടും. അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ബ്ലീച്ച് എടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ബ്ലീച്ച് മാറ്റാം. സൈഡിൽ ഹെയറിലായിട്ടുണ്ടെങ്കിൽ പയ്യെ നമുക്കതെടുത്ത് മാറ്റാം. തുടച്ച് മാറ്റിയതിന് ശേഷമാണ് ഇനി നമ്മൾ ആഫ്റ്റർ ലോഷൻ ഇടാൻ പോകുന്നത്. ബ്ലീച്ച് ഇനി കഴിഞ്ഞതിന് ശേഷമുള്ള ലോഷൻ. ഇത് ആഫ്റ്റർ ലോഷനാണ്, ബ്ലീച്ച് എടുത്തതിന് ശേഷമുള്ളത്. അതൊരു 6 ഡ്രോപ്സ് ഫേസിലിട്ട് കൊടുക്കുക. കംപ്ലീറ്റ് ഫേസിൽ പിടിപ്പിച്ചതിന് ശേഷമാണ് പാക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ലാസ്റ്റുള്ള ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക. പാക്ക് ഇട്ടതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം പാക്ക് എടുക്കാനായിട്ട്. നമുക്ക് പാക്ക് എടുക്കാൻ സമയമായി. 20 മിനിറ്റ് കഴിഞ്ഞ് ഇത് മാറ്റാം. ഈ ഫേഷ്യൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ആഫ്റ്റർ കെയറിങ്. എല്ലാ ദിവസവും നമ്മളിന് സൺ പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. എൻ്റെ ഫേഷ്യലെല്ലാം കംപ്ലീറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഏത് പ്രായക്കാർക്കും ഏത് സ്കിന്നുകാർക്കും ചെയ്യാൻ പറ്റിയൊരു ഫേഷ്യലാണിത്. സെൻസിറ്റീവിന് വരെ ഈ ഫേഷ്യൽ ചെയ്യാം. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതാണ്. ഏത് ക്ലൈമറ്റിന് ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പോൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് കുറയാനും ടാൻ കംപ്ലീറ്റ് പോകാനായിട്ടൊക്കെ ഒരു സഹായിക്കുന്നൊരു ഫേഷ്യലാണ്. എല്ലാവർക്കും ചെയ്യാം. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നന്നായിരിക്കും. ഈ ആഴ്ചയിലെ ചമയച്ചെപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ. ആൻഡ് ആര്യ.